അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ
എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനേ ആദ്യം ജെറുസലേമിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമായിരുന്നു. കാര്യം ഞങ്ങൾ ഒലിവ് മലയിൽ നിന്ന് അവിടെ നിന്ന് ഈ പനയോല പോലൊരു സാധനമൊക്കെ അടിച്ച് എടുത്തിട്ട് ഒരു കഴുതക്കുട്ടി ഞാൻ കിട്ടിയായിരുന്നു. വെള്ള നിറത്തിലുള്ള കഴുതക്കുട്ടി. അപ്പോൾ ഞാനും വിജയകുമാർ സാറും വേറെ കുറേ ട്രൂപ്പിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഈ കഴുതയും കൊണ്ടാണ് ഒലിവ് മലയിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് ഇറങ്ങി. പിന്നെ ഒരു താഴ്വാരത്തിലൂടെ പിന്നെ പടിഞ്ഞോട്ട് കയറിയ പോലെ എനിക്ക് തോന്നിയത്. പടിഞ്ഞോട്ട് കയറുമ്പോൾ ജെറുസലേം ദേവാലയമാണ്. കുറച്ച് നടക്കണം. പക്ഷേ ഈ കുന്നിറങ്ങി വേറെ കുന്നിലോട്ട് കയറുന്ന ഇടയ്ക്കുള്ള ഒരു ബേസൻ പോലെയൊക്കെ സംഭവില്ലേ, അവിടെ തെക്ക് വടക്ക് നെടുനീളത്തിൽ കുറേ കുഴിമാടങ്ങളാണ്. അപ്പോൾ അവിടെ കുഴിമാടത്തിനൊക്കെ എന്നെ രസം വെച്ചാൽ ഇപ്പോൾ ഭയങ്കര തീ പിടിച്ച വിലയാണ്. ഒരു കുഴിമാടത്തിനൊക്കെ 10 ലക്ഷം രൂപയ്ക്ക്. 10 ലക്ഷത്തിനും കിട്ടിയ ഭാഗ്യം. കാര്യം ഈ കർത്താവ് രണ്ടാമത്തെ ഈശോയുടെ വരവ് അവിടെയാണ് ആദ്യം വരണമെന്നുള്ളതാണ് യഹൂദന്മാരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ ദേവാലയം കിഴക്കോട്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കിഴക്കുവശത്ത് ഒരു മലയിൽ നിന്നിട്ട് താഴേക്ക് ഇറങ്ങി പടിഞ്ഞോട്ട് കയറി എന്ന് പറയുമ്പോൾ ആ ദേവാലയം കിഴക്കോട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുഴിമാടങ്ങൾ കൊണ്ട് 10,000 കുഴിമാടങ്ങളുണ്ട് അവിടെ. അതാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ഓശാന ആയിട്ടാണ് ഇങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിന്ന് എന്താ കാര്യം വെച്ചാൽ അതാണ് ഹക്കൽ ദാമ എന്ന് പറയുന്നത്. ഹക്കൽ ദാമ നമുക്ക് ആദ്യം മത്തായി 27:3 മുതലുള്ള തിരുവചനങ്ങൾ. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും ഇത് കണ്ടില്ലേ, അത് ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ലെന്നാ എൻ്റെ അർത്ഥം. പക്ഷെ ഒറ്റിക്കൊടുത്താൽ മതി. ശിക്ഷിക്കണയൊക്കെ പിന്നെ ഇത് യൂദാസിന്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ല. അതാണ് വിഷയം. അവൻ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യം. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. അതാണ്. ആ പറമ്പിലാണ് ഈ കുഴിമാടങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് നടപടി പുസ്തകം പിന്നെയും വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അന്നാസും കയ്യഫസും കൂടി യൂദാസ് എറിഞ്ഞു കളഞ്ഞ നാണയം എടുത്തിട്ട്, അത് വെള്ളി നാണയങ്ങളാണ്, എടുത്തിട്ട് അവർ എന്താ ചെയ്യണത്? ഇത് രക്തത്തിൻ്റെ വിലയാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് കൊടുത്ത് വിദേശീയരെ
സംസ്കരിക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങാം. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജാതി യഹൂദന്മാരല്ലാത്ത ആൾക്കാർ. ഇപ്പം കർത്താവിൻ്റെ തിരുരക്തം ചൊരിഞ്ഞതിന് യഹൂദര് അല്ലാത്ത ആൾക്കാരും ആ കർത്താവ് നേടിയെടുത്ത രക്ഷയുടെ ഭാഗഭാക്കുകളാകുന്നുണ്ട്. വിദേശീയരെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും വിജാതിരെന്നാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോഴേ ഈശോ മംഗളവാർത്ത സമയത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞെന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പക്ഷേ ആ പാപങ്ങളിൽ നിന്ന് മോചിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ്? സകല ജനങ്ങൾക്കും വേണ്ടിയാണത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് അതിൻ്റെ പാപമോചനം വരണത്. അപ്പോൾ അതിനകത്ത് സ്വജാതിരും പെടും, വിജാതിരും വരും, സ്വദേശീയരും വിദേശീയരും ഉണ്ടാകും. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ സുവിശേഷം വ്യാപകമായ രീതിയിൽ ആഗോളപരമായിട്ട് ജന്മാന്തരങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ രക്ഷയെ വളരെ നിശബ്ദവും എന്നാൽ വളരെ ശബ്ദമുഖരിതമായിട്ടും രക്ഷയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വെള്ളിയാഴ്ച നമ്മൾ കുരിശാരോഹണത്തിന് മുമ്പ് സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞും അറിയാതെയും ഒക്കെ ഈ രക്ഷയുടെ പരിധിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആദിമസഭയുടെ വിശ്വാസമാണ്, അനുഭവ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പാപങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയായിരിക്കണം ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിസ്തുവിൻ്റെ വഴികൾ, പള്ളികളിലുള്ള കബറിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുരിശുമുത്തൽ, കുരിശാരാധനം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യകാരുണ്യ ആരാധന, ഇതെല്ലാം മറ്റുള്ളവർ കൂടി വിശ്വാസം സ്വീകരിക്കാൻ, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ, ഒരു മതം മാറുക എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മനസ്സുകൊണ്ട് ഈശോനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറ്റും. മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസം ദൈവമല്ലേ കാണുന്നത്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ തിന്മകളിൽ നിന്നും സന്ധിയില്ലാത്ത രീതി, സന്ധി ചെയ്യാതെ സുവിശേഷ ചൈതന്യം ഉൾക്കൊണ്ട് ക്രിസ്തു നാമത്തിൽ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഇടയാക്കണം. അപ്പം ദൈവസ്നേഹവും ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലയളവാണ് വിശുദ്ധ വാരം. പക്ഷേ നിങ്ങളതെല്ലാം മറ്റുള്ള മനുഷ്യരെ വിശ്വാസം സ്വീകരിക്കാൻ, അത് ഏറ്റവും വലിയ വിഷയം വെച്ചാൽ നമ്മൾ തന്നെ നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ കാരണം ചിലർ ഇപ്പം മറ്റുള്ളൊരു വിശ്വാസം ഇപ്പം നമ്മൾ തന്നെ ഗതികേട് കൊണ്ട് ഈ വിശ്വാസം സ്വീകരിച്ച് ചില ആൾക്കാർ ഗതികെട്ട് നടക്കണില്ലേ? വിശ്വാസം ജീവിക്കാത്ത കൊണ്ടാണ്. അവർ വിശ്വാസം ജീവിക്കണില്ല. അവർക്ക് വിശ്വാസം ഉണ്ട്, പക്ഷെ അത് വിശ്വാസം ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് വിശ്വാസം കൊടുക്കാനുള്ള കൃപയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം. മറ്റുള്ളവർ വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ലല്ല. കേരള സഭയാണെങ്കിലും ഭയങ്കരമായ രീതിയിൽ പ്രാർത്ഥനയും ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി വാട്ട് ദേ ആർ ഡൂയിങ് ടു ട്രാൻസ്ഫർ ദ ഫെയ്ത്ത്, എന്താണ് കോൺക്രീറ്റായിട്ട് അവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. ശരിക്കും പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്, ആ വിശ്വാസം കൈമാറുന്നത് കറക്റ്റായിട്ട് കൈന്ന് മാറും. അപ്പം ഉടമ്പടി എടുത്തവർ അത് ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ തങ്ങളുടെ വിശ്വാസം കൈമാറാൻ വേണ്ടി വിശുദ്ധ വാരം ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്നുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ കഴിഞ്ഞതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സരിത വിജു, ഇത് എൻ്റെ മോള് വിസ്മയ. ഞാൻ ആലുവയ്ക്കടുത്തുള്ള ആലങ്ങാട് സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ്.
ഞാൻ 2019 ഉടമ്പടി എടുത്തത്. പക്ഷേ എനിക്ക് ആ ഉടമ്പടിയിൽ തുടർന്ന് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ മോള് ജർമ്മൻ പഠിച്ച് ജർമ്മൻ എക്സാം എഴുതുകയും 4ഉം 5ഉം പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് എക്സാം കിട്ടിയത്. എങ്കിലും പല ഏജൻസികളിലും കൊടുത്തെങ്കിലും സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും അല്ലാതെ നമുക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കൃപാസനത്തിൽ വരികയും അഖണ്ഡ ജപമാലയ്ക്ക് പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ 2019 ഉടമ്പടി മുടങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പേടിയായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ മോളോട് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് മോൾ ഉടമ്പടി എടുത്തു. ഞാനും മോളും കൂടിയാണ് ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്. ഉച്ച കഴിഞ്ഞായിരുന്നു ക്ലാസ്. വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥന എത്തിച്ച് കിടന്നപ്പോൾ ഒരു സ്വപ്നം കാണാനിടയായി. അതായത് എൻ്റെ കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ജനല തുറക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്തായി അമ്മയുടെ കളറുള്ള ആഷ് കളറുള്ള തിരമാല എൻ്റെ വീടിൻ്റെ മുകളിൽ എൻ്റെ വീടിൻ്റെ സംരക്ഷണമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും അതിനെ തുടർന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണം ഞാൻ ആലോചിച്ച്, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി ബൈബിൾ തുറന്നു വെച്ചുകൊണ്ട് എന്നോട് ഇത് വായിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അത് ഞാൻ ഓർത്തു. ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല, നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആ വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഉടമ്പടി എടുക്കുകയും ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ തുടർന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് എനിക്കും ഉടമ്പടിയിൽ തുടർന്ന് പോയിക്കൂടാ. അങ്ങനെ ഞാൻ 2025 സെപ്റ്റംബർ മാസം ഉടമ്പടി പുതുക്കി. അങ്ങനെ ഉടമ്പടി നല്ല രീതിയിൽ തുടർന്ന് പോവുകയായിരുന്നു. എനിക്കൊരു 10 വർഷമായിട്ട് ഒരു വയറുവേദന ഉണ്ടായിരുന്നു. അതായത് ഗ്യാസ് സംബന്ധമായ എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് വയറുവേദനയാണ്. അസഹ്യമായ വയറുവേദന. ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത് മാറുമായിരുന്നു. പക്ഷേ എന്നാലും വേറെ സ്പെഷ്യലിസ്റ്റിനെ ഒന്നും കാണിക്കാൻ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗ്യാസിൻ്റെ വയറുവേദന ഈ ഉടമ്പടിക്ക് ശേഷം വന്നത്. അങ്ങനെ ഞാൻ അമ്മയുടെ ഉടമ്പടി ഉപ്പ് എടുത്ത് കഴിച്ചായിരുന്നു. അങ്ങനെ ഒരു 6 ദിവസം കഴിച്ചപ്പോഴേക്കും ഞാൻ എൻ്റെ വയറുവേദന മുഴുവനായിട്ടും എടുത്തു മാറ്റി. ഇപ്പോൾ 6 മാസമായി എനിക്ക് ഒരു വയറുവേദനയും ഉണ്ടായിട്ടില്ല. എന്ത് ഭക്ഷണവും എനിക്ക് കഴിക്കാമെന്നുള്ള ഒരു സൗഖ്യമാണ് അമ്മ തന്നേക്കണത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതിനുശേഷം എനിക്ക് ഒരു 10-12 കൊല്ലമായിട്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും കഴിക്കില്ല, ഇടയ്ക്ക് കഴിക്കും, നിർത്തും, അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി ഒന്ന് തൈറോയിഡ് സ്കാൻ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ പോയി തൈറോയിഡ് സ്കാൻ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് തൈറോയിഡ് നോർമലായിരുന്നു. ഈ 10-12 വർഷമായിട്ട് തൈറോയിഡുള്ള ഞാൻ ഇപ്പോൾ ഉടമ്പടിക്ക് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് നോർമലായിട്ട് മാറി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ മോളുടെ ജർമ്മൻ സാഹചര്യങ്ങളും എക്സാമിൻ്റെയും ഏജൻസിയുടെ സാഹചര്യങ്ങളും എൻ്റെ മോള് പറയും. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും 1 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിസ്മയ. ഞാൻ 2025 ഓഗസ്റ്റ് 22 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് എക്സാം എഴുതി പാസ്സായെങ്കിലും ഒരു നല്ലൊരു ഏജൻസി കിട്ടാണ്ട് വിഷമിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ഏജൻസികൾ കൊടുത്തിട്ടും സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം കൂടാതെ നമുക്കൊന്നും പ്രയോജനം ഉണ്ടായിരുന്നില്ല. പിന്നെ 2025 ജൂൺ മാസത്തിൽ ഞാൻ ഒരു നല്ലൊരു ഏജൻസി കണ്ടുപിടിച്ച് അവർക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സും സർട്ടിഫിക്കറ്റ്സൊക്കെ കൊടുത്ത് പേപ്പർ വർക്കിന് സ്റ്റാർട്ടാക്കി. എങ്കിലും 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെയും തടസ്സങ്ങൾ വന്നു. സെപ്റ്റംബറിലും എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ഉടമ്പടി എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇത് ഒട്ടും നടക്കൂല എന്ന് എനിക്ക് അറിഞ്ഞപ്പോഴാണ് ഞാൻ മാതാവിനോടുള്ള വിശ്വാസം കൂടിയത്. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓരോ റീൽസ് കാണുമ്പോൾ ഓരോ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കയറി വരും. അത് ജർമ്മൻ ലാംഗ്വേജായിട്ട് ബന്ധപ്പെട്ട ഓരോ സാക്ഷ്യങ്ങളായിരിക്കും. അങ്ങനെ കുറേ കണ്ട് എനിക്ക് വിശ്വാസം വന്ന് ഉടമ്പടി എടുത്ത്. പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പിന്നെ ഡിസംബർ 17 എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി. പിന്നെ പച്ചത്തിരിയിൽ 7 എന്നുള്ള നമ്പർ ഉരുകി വന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. പിന്നെ വിസ ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ആക്കി. അവിടെ ഉപ്പും
തൈലവും പുരട്ടി എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ സബ്മിറ്റാക്കി. ഒരു 3 വീക്സ് കഴിഞ്ഞപ്പോഴേക്കും വിസ ഡിസ്പാച്ചറായെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്ന് വിസ എൻ്റെ കയ്യിൽ, പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഉപ്പും തൈലവും തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് തുറന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ വിസ, ജർമ്മൻ വിസ അതിലുണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ടും ഓരോ ഏജൻസിയിൽ കൊടുത്തിട്ടും കിട്ടാത്ത വിസ ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് തന്നു. അതും ഈ പാസ്പോർട്ടിൻ്റെ 7ാമത്തെ പേജിൽ തന്നെ വിസ അടിച്ച് കിട്ടി. പിന്നെ ജോസഫ് അച്ഛൻ പറഞ്ഞ ഗോൾഡൻ 7 തന്നെ എനിക്ക് ഏപ്രിൽ 7-ാം തീയതി തന്നെ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ആ ഗോൾഡൻ 7 എനിക്ക് തന്നെ കിട്ടിയെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കുടുംബ പ്രാർത്ഥന എത്തിക്കാനും ഒന്നും എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും, കുർബാന കൂടും, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. അതേ പിന്നെ എൻ്റെ മടിയെല്ലാം പോയി. ഇപ്പോൾ ഒരു മടിയും കൂടാതെ കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27. അങ്ങനെ ഞാൻ ഈ ഏപ്രിൽ 7-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. ചൊവ്വാഴ്ച ദിവസം തന്നെ പോകാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്ന്. അങ്ങനെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും പത്രം വാങ്ങി കൊടുക്കും. പിന്നെ കഴിഞ്ഞ മാസം വേളാങ്കണ്ണി പോയപ്പം തമിഴ് പത്രം വാങ്ങിക്കൊടുത്ത് ഞാൻ പള്ളിയിലേക്ക് പത്രം കൊണ്ട് കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ ചെന്നപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ കയ്യിലത്തുള്ള പത്രങ്ങളെല്ലാം തീർന്ന് അവരെന്നോട് ചോദിച്ച് വാങ്ങണമായിരുന്നു പത്രം. പെട്ടെന്നായിരുന്നു പത്രം തീർന്നത്. പിന്നെ ഞാൻ ജർമ്മനിക്ക് പോകുമ്പോൾ ഇവിടുന്ന് ജർമ്മൻ ലാംഗ്വേജ് പത്രം വാങ്ങിയിട്ടാണ് പോണത്. മാതാവിനും ഈശ്വരകുമാരനും 1000 നന്ദി. എനിക്കിപ്പോൾ 43 വയസ്സായി. ഞാൻ 6 മാസമായിട്ടുള്ള ഉടമ്പടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് തോന്നിയേക്കണത് എൻ്റെ 43 വർഷം വേസ്റ്റായിപ്പോയി. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതായത് ഞാനൊരു മാതാവിൻ്റെ പള്ളി ഇടവക അംഗമാണ്. എങ്കിലും ഞാൻ എൻ്റെ മാതാവിനെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ ഈശോയോട് മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മാതാവിനെ ഞാൻ മൈൻഡ് ചെയ്യാറുന്നില്ല. ഇപ്പം എൻ്റെ മാതാവിന് മാപ്പ് ചോദിക്കണ ഈ അവസരത്തിൽ മാതാവിനോട് എല്ലാവരും പ്രാർത്ഥിച്ച ഈശോ വഴിയായിട്ട് എല്ലാം സാധിച്ചു വരും. എൻ്റെ 2019 നിയോഗങ്ങളും ഈ 2025 നിയോഗങ്ങളും അമ്മ ഈശോ വഴിയായിട്ട് സാധിച്ചെന്ന് മൈൻഡ് ചെയ്യാതിരുന്നതിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ രണ്ടുപേരും പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ഛനും അമ്മയൊക്കെ പാടില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയി കാണുമ്പോൾ അവർക്ക് ഉപ്പും തേനൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കാറുണ്ട്. കുർബാനയിൽ ഞാൻ അച്ഛൻ ഈശോനെ പൊക്കുമ്പോൾ ഞാൻ അപ്പത്തിൽ ക്രൂശിത രൂപം മുൾമുടി അണിഞ്ഞിരിക്കുന്ന ഈശോനെ ഞാൻ കാണാറുണ്ട്. എനിക്ക് അപ്പം അച്ഛന്മാർ എൻ്റെ പാത്രത്തിൽ അപ്പം വെക്കുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല. ഇപ്പം ഈ 6 മാസമായിട്ട് എനിക്ക് അപ്പം ഉയർത്തി കാണുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ എല്ലാ കുർബാനയിലും ഞാൻ ഈശോയെ, മുൾമുടി ചൂടിയ ഈശോയെ ഞാൻ കാണാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് ഉടമ്പടിക്ക് മുമ്പ് മടിയായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാ ദിവസവും മുടങ്ങാതെ ഉടമ്പടി പ്രാർത്ഥനയിലും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലും ഉടമ്പടി ധ്യാനത്തിലും സജീവമായി പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും വന്ന് സാക്ഷ്യം തുടരും. അതാണ് എൻ്റെ സാക്ഷ്യം. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. സരിത ബിജു എന്ന സഹോദരിയും മകൾ വിസ്മയയും പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച ജീവിതത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, രണ്ടുപേരും അമ്മയുടെ തിരുനടയിൽ ഏറ്റുപറയുന്നുണ്ട്. ഒന്ന്, ഉടമ്പടി ജീവിതത്തിനൊരു ക്രമം കൊണ്ടുവന്നു, ഉണരുവാൻ ഒരു സമയം കൊണ്ടുവന്നു, പ്രാർത്ഥിക്കുവാൻ ഒരു ചിട്ട കൊണ്ടുവന്നു,
എങ്ങനെ വിശ്വാസത്തെ ആഴപ്പെട്ട് ജീവിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യത്തോടെ പങ്കുവെക്കുകയും ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ബോധ്യം കൊണ്ടുവന്നു. ക്ലേശിതർക്കും ദരിദ്രർക്കും ഉള്ളത് പങ്കുവയ്ക്കുവാനുള്ള ഒരു സന്മനസ് ജീവിതത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ദൈവനാമത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ബോധ്യത്തോടു കൂടി ജീവിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിനൊരു മാറ്റം ഉടമ്പടിയിലൂടെ കൊണ്ടുവന്നുവെന്ന് രണ്ടുപേരും ഏറ്റുപറയുന്നുണ്ട്. ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി അതിനെ ഒരുക്കിയെടുത്തുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പദ്ധതിയുടെ മേലും ഏതൊരു ക്ലേശത്തിൻ്റെ മേലും ആശീർവാദത്തിൻ്റെ കരം പിരിച്ചുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് നയിക്കും എന്നത് നമുക്ക് ഉടമ്പടിയിൽ ലഭിക്കുന്നൊരു ബോധ്യമാണ്. അതാണ് ഈ രണ്ടുപേരും പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വന്നത്, 43 വർഷത്തെ ജീവിതത്തിനൊരു പുതിയ തുടക്കം നൽകിയത് അത് ഉടമ്പടിയിലൂടെയാണെന്ന്. നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ കേവലം ഭൗതിക നന്മകൾ നേടുവാൻ വേണ്ടിയുള്ള ഒരു എളുപ്പവഴിയായിട്ടല്ല, മറിച്ച് ഇന്ന് വരെയും അകലെ മാറ്റി നിർത്തി എൻ്റെ കർത്താവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഒരു വിശുദ്ധമായ വിശ്വാസ ജീവിതം വിശ്വസ്തയോടുകൂടി നയിക്കുന്നതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് കൃത്യമായും ഉടമ്പടി നിബന്ധനകളെ ഓരോ തവണയും നാം ഒന്ന് പരിശോധിച്ച് വായിക്കുമ്പോൾ അതിലെന്തൊക്കെയാണോ ഉപേക്ഷിക്കുവാനുള്ളത് ആ ഉപേക്ഷകളിലേക്ക് നമ്മുടെ തീരുമാനങ്ങൾ വരണം. എന്തൊക്കെയാണോ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനുള്ളത് അവ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് നിർബന്ധമുണ്ടാവണം. പാപത്തിൻ്റെ മേഖലകളെ ഉപേക്ഷിക്കുവാനും കുംഭസാരത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ തിരുവചന പാരായണത്തിൻ്റെ മേഖലകളിലേക്ക് ജീവിതത്തെ ആഴപ്പെടുത്തി നിർത്തുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ആത്മീയ ജീവിതം മാറ്റപ്പെടുന്നുണ്ട്, ഭൗതിക ജീവിതത്തിന് മാറ്റം വരുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് അത് അനുഗ്രഹമായി തിരികെയും ചെയ്യുന്നുണ്ട്. മകൾ പ്രത്യേകതയോടുകൂടി സൂചിപ്പിച്ചു, അവരുടെ ജർമ്മൻ ഭാഷാ പഠനത്തിന് വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് അത് അമ്മ മാതാവ് ഈ നാളുകളിൽ എങ്ങനെ കരം പിടിച്ച് നടത്തുകയും അത് ഫലമണിയിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന്. ഉടമ്പടിയിലൊരു നിയോഗം വെച്ചിട്ടുണ്ടോ, ഉടമ്പടി തന്നെ ആ നിയോഗം അമ്മ മാതാവ് നയിക്കുന്നുവെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ടാണ് മകൾ ആവർത്തിച്ച് പറയുക, ഗോൾഡൻ 7 എന്ന 7ാമത്തെ പുറത്തിൽ എൻ്റെ വിസ അടിച്ചു വന്നു, 7ാം തീയതി ഞാൻ വിദേശത്തേക്ക് പോകുന്നു, ഒരു ചൊവ്വാഴ്ച ദിവസം അമ്മ എനിക്ക് അതിനു വേണ്ടി ഒരുക്കി തന്നു. ഇതെല്ലാം ഉടമ്പടിയുമായി ബന്ധപ്പെട്ട അക്കങ്ങളും ദിവസങ്ങളുമാണ്. ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി പ്രകാരം എന്നെ ഈശോയുടെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചില അടയാളങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. നാം നടക്കുന്ന വഴികളിലൂടെ ആയിരിക്കില്ല നമുക്കുള്ള അനുഗ്രഹം ഒരുക്കി വച്ചിരിക്കുന്നത്. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ഒരുപക്ഷെ അത് അനുരഞ്ജനത്തിലൂടെ ആവാം, അത് ഒരുപക്ഷെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാവാം, ഒരുപക്ഷെ ചില ആർത്തിയുടെ മേഖലകളെ, ചില ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ ക്രമീകരിച്ചുകൊണ്ടാവാം നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ തന്നെ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഉടമ്പടിയിലാണോ അനുഗ്രഹം ഉറപ്പാണ്, ഉടമ്പടിയിലാണോ ജീവിതം ക്രമപ്പെടുത്തണമെന്നത് നിർബന്ധവുമാണ്. ജീവിതം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവം ഒരുക്കി വെച്ച പദ്ധതികൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ജീവിത ബോധ്യങ്ങൾക്ക്, ആത്മീയ അനുഭവങ്ങൾക്ക്, ഭൗതിക നേട്ടത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് എൻ്റെ പേര് ജൂബി ജോയ് എന്നാണ്. ഞാൻ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ചാലക്കുടി അവിടെ നിന്നാണ് വരുന്നത്. ഈശോയ്ക്കും മാതാവിനും നന്ദി. ഞാൻ 2019 എൻ്റെ മമ്മി ഉടമ്പടി എടുത്തത്. അപ്പം എപ്പോഴും മമ്മി എനിക്ക് മാതാവിൻ്റെ കാര്യവും ഉടമ്പടിയുടെ കാര്യമൊക്കെ ഇപ്പോഴും പറയും. ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് പത്തനംതിട്ടയിൽ ഞാൻ ക്ലാസ്സിന് കയറി. അപ്പം അവിടെ എല്ലാവർക്കും ഓരോ ഇൻ്റർവ്യൂ സെക്ഷനും കാര്യങ്ങളൊക്കെ ഈ പഠനത്തോടൊപ്പം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ മിക്കവർക്കും ഇൻ്റർവ്യൂ കിട്ടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ കോളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല.
പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് വിഷമിച്ച് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം മമ്മി എനിക്കാണെങ്കിൽ എന്താ നമ്മൾക്ക് മാതാവിൻ്റെ ഇങ്ങനെ ലോക്കറ്റ് മമ്മി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ലോക്കറ്റ് കയ്യിൽ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, ആ ലോക്കറ്റ് കയ്യിൽ പിടിച്ചിട്ട് നീ പ്രാർത്ഥിക്ക്, ഇൻ്റർവ്യൂവിന് ഇരിക്ക്, നിനക്ക് കിട്ടുമെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ആ ലോക്കറ്റ് പിടിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ സെക്ഷനിലിരുന്നു. അപ്പം എല്ലാവർക്കും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുത്തുള്ളൂ. എനിക്ക് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് തന്നെ ആ എംപ്ലോയർ ഓൺ ദ സ്പോട്ടിൽ തന്നെ എൻ്റെ അടുത്ത് പറയുകയാണ് എന്നെ സെലക്ട് ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആകെ മൊത്തത്തിൽ ഷോക്കായി. എന്ന് വെച്ചാൽ എനിക്ക് അവർ ചോദിക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലൊന്നും ആവുന്നില്ല, പക്ഷേ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് അപ്പം തന്നെ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും മാതാവിനോട് ഞാൻ നന്ദി പറയുമായിരുന്നു. എന്നിട്ട് ഞാൻ മമ്മീൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മമ്മി ഇതുപോലെ എനിക്ക് ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി, എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, നീ ഇങ്ങനെ പഠിക്കുകയൊക്കെ അല്ലേ, നിനക്ക് ഉടമ്പടി എടുത്താൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നോക്കാനെടുക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ പറഞ്ഞു, നിനക്ക് പറ്റില്ല, അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പം മാതാവിൻ്റെ ഒരു ഇതിൽ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി എനിക്ക് ഉടമ്പടി എടുക്കണം, ഞാൻ എടുക്കും. എന്നാൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു, നമുക്ക് ആ ഉടമ്പടിയുടെ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. എങ്കിൽ പോലും പക്ഷേ എനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയതല്ലാതെ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ, എനിക്ക് എടുക്കണം എന്നുള്ള തീരുമാനിച്ച് മമ്മിയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ അങ്ങനെ കൃപാസനത്തിൽ വരികയും 2023 ഞാൻ 7-ാം തീയതി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിൽ അതേ ഉടമ്പടി പ്രകാരമുള്ള ഡെയിലി കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഉടമ്പടി എടുത്ത 88-ാമത്തെ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ വീടിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന രൂപത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആ എൻട്രൻസ് വരുന്നത്. അപ്പം ഞങ്ങളുടെ പ്ലൈവുഡിൻ്റെ ഒരു കതകാണുള്ളത്. അപ്പം ഞാൻ വെറുതെ പ്രാർത്ഥനയുടെ ഇടയിൽ എൻ്റെ ശ്രദ്ധ ഒന്ന് അങ്ങോട്ട് പോയി ആ കതകിൽ പോയി കഴിഞ്ഞപ്പം ഒരാളിൻ്റെ രൂപത്തിലുള്ള ക്രൂശിതനായ ഈശോയുടെ രൂപം ഞാൻ കണ്ടു. അപ്പം എനിക്കത് ഫുള്ളായിട്ട് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് മോനിരിക്കുന്നുണ്ട്, മോനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് ആ പ്ലൈവുഡിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ, ഡോറിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ, മോനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും കാണുന്നില്ല, എനിക്ക് മാത്രമാണത് കാണുന്നത്. അപ്പം എൻ്റെ തോന്നലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ വീണ്ടും കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈശോനെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമുക്ക് ആ ചോരയൊക്കെ വാർന്നൊഴുകുന്ന ആ രൂപം എല്ലാം കൃത്യമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. 88-ാമത്തെ ദിവസം. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് കാണുന്നുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത് നിനക്ക് ഓരോ അനുഗ്രഹങ്ങൾ തരുന്നതാണ്, നീ അത് വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടമ്പടി ഇതുപോലെ പുതുക്കാൻ തുടങ്ങി. ഞാൻ എക്സാമിൻ്റെ സമയമായി. ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അപ്പം ഓരോ എക്സാം ഇതിനിടയിലാണ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഈ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാം പാസ്സായില്ല, രണ്ടാമത് പോയി 1 മൊഡ്യൂൾ, പിന്നെ പോയി 1 മൊഡ്യൂൾ അങ്ങനെ കിട്ടി. സ്പീക്കിങ്ങിനാണെങ്കിൽ എനിക്ക് നമ്മുടെ അവിടെ അങ്ങനെ സ്പീക്കിങ് വലിയതായിട്ട് ഇത് കൊടുക്കുന്നില്ല. അപ്പം അത്രയും പെർഫെക്റ്റായിട്ട് സ്പീക്കിംഗ് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു സ്പീക്കിങ്ങിൻ്റെ എക്സാമിൻ്റെ സമയത്ത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീക്കിങ്ങിൻ്റെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല എന്താ പറയണ്ടേന്നോ, ടോപ്പിക്ക് എന്ത് വന്നാൽ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊന്തെത്തിച്ച് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾ ഓരോ ഹാളിൽ ഇങ്ങനെ കയറ്റും. അപ്പം ഓരോരുത്തർ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹാളിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പ് ഞാൻ ആ ഹാളിൽ നിന്ന് കഴിഞ്ഞ് ശരിക്കും എനിക്ക് അവിടുന്ന് മാതാവിനെ എനിക്ക് ശരിക്കും കാണാൻ പറ്റി.
ആ സിൽവർ ആയിട്ട് ആ ഡ്രസ്സ് അതൊക്കെ എനിക്ക് ശരിക്കും കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. എനിക്ക് മാതാവിന് അപ്പോൾ എനിക്ക് പിന്നെ പേടിയൊന്നും തോന്നിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, എന്തായാലും എനിക്ക് എൻ്റെ കൂടെ മാതാവുണ്ടെന്നൊരു തോന്നലിൽ ഞാൻ കയറി. അപ്പോൾ എനിക്ക് പാർട്ട്ണർ ആരെയും കിട്ടിയില്ല, എനിക്ക് പാർട്ട്ണർ ഇല്ല. എനിക്ക് എക്സാമിൻ്റെ പാർട്ട്ണർ എക്സാമിനർ തന്നെയാണ്. അപ്പം അവരുടെ അടുത്ത് നമ്മൾ പെർഫെക്റ്റ് നമുക്ക് ജയിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അവരുടെ അടുത്തൊക്കെ തർക്കിച്ച്, നമുക്ക് ഡിബേറ്റ് സെക്ഷനൊക്കെ ഉണ്ട്, തർക്കിച്ച് ജയിക്കുക എന്ന് പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയില്ല, അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് എക്സാം എഴുതി പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ സ്പീക്കിങ് പാസ്സായി. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് അപ്പോഴും എനിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമായി, മാതാവ് എന്നെ ഇത്രത്തോളം അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പം പിന്നെ എനിക്ക് ലാംഗ്വേജ് ഒരു എന്താ പറഞ്ഞാൽ ഒരു ചെറിയൊരു അഹങ്കാരം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ലാംഗ്വേജ് നന്നായിട്ട് പറയാൻ പറ്റും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ലാംഗ്വേജിനോട് ഭയങ്കര ഇതുണ്ട്. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ള കാരണം കൊണ്ട് 15 പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. റൈറ്റിങ് 1 മാർക്ക് 2 മാർക്കിനാണ് പോണത്. എനിക്ക് 3 മൊഡ്യൂളും കിട്ടി, സ്പീക്കിംഗ് ഒക്കെ ഒറ്റ സെഷനിൽ കിട്ടി, റൈറ്റിംഗ് മാത്രം കിട്ടുന്നില്ല. ഞാൻ 15 പ്രാവശ്യം ഞാൻ എഴുതി, എന്നിട്ടും റൈറ്റിംഗ് പാസ്സാവുന്നില്ല. എൻ്റെ ഇൻ്റർവ്യൂകൾ ജയിച്ചതൊക്കെ എനിക്ക് പോയി. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് ഞാൻ ആകെ തകർന്നിരുന്നു. ഈ കഴിഞ്ഞ വർഷം അപ്പോൾ 5 വർഷമായി ഇതിന് പുറകെ നടക്കാൻ തുടങ്ങിയ, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ഇത് കേൾക്കുന്നത്. അച്ഛൻ ഡോക്യുമെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ വിളിച്ച് പറയുന്നത്, ഡോക്യുമെൻ്റ് എടുക്കാനായിട്ട് സമയം തന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ വേറെ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല. പണ്ടങ്ങാണ്ട് ഇൻ്റർവ്യൂ കൊടുത്ത എൻ്റെ ഒരു പേപ്പർ എങ്ങാണ്ട് അവിടെ ഇരുന്നു. ബാക്കിയൊക്കെ പേപ്പർ ഞാൻ കത്തിച്ച് കളയുകയും ചെയ്തേ. അപ്പോൾ ഒരു പേപ്പർ എങ്ങാണ്ട് ഇരുന്ന് ആ പേപ്പർ ഞാൻ എടുത്തിട്ട് എന്താ പറഞ്ഞാൽ, എനിക്ക് ജർമ്മനിയായിട്ട് റിലേറ്റഡ് ആയിട്ട് എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല മാതാവേ, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഡോക്യുമെൻ്റ് സമർപ്പിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് മനസ്സിനകത്ത് വേറെ ചിന്തകൾ എന്തൊക്കെയോ, എന്താ പറയുക, എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കാര്യം നടക്കുന്നില്ല. അങ്ങനെ ഒരു തോന്നലിൽ തകർന്നിട്ടാണ് ഞാൻ ഇതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വിശ്വസിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡേ തന്നെ എന്നെ വിളിച്ചിട്ട് പറയാണ്, ജൂബി കോൺഗ്രാറ്റ്സ്, നിനക്ക് വിസയുടെ അപ്പോയിൻമെൻറ്റ് റെഡിയാക്കാനായിട്ട് എംപ്ലോയർ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ ഏജൻറ്റ് വിളിച്ച് പറയാണ്. എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി. എന്താ വെച്ച് കഴിഞ്ഞാൽ, നീ വിചാരിക്കുന്നത്, ഞാൻ എക്സാം പോലും പാസ്സായിട്ടില്ല. 3 മൊഡ്യൂൾ വെച്ചിട്ട് 3 മൊഡ്യൂളേ ഉള്ളൂ എൻ്റെ കയ്യിൽ. എക്സാം പോലും ഞാൻ പാസ്സായിട്ടില്ല. അപ്പം നിനക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കാനായിട്ട് എംപ്ലോയർ തീരുമാനിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഏത് ഇതാണ്? ഞാൻ കുറേ ഇൻ്റർവ്യൂ പിന്നെ കൊടുക്കുകയൊക്കെ ചെയ്തു. ഒക്കത്തിൽ സെലക്ഷൻ കിട്ടുന്നുണ്ട്, ഈ പാസ്സാവാത്ത കാരണം കൊണ്ട് ഒക്കെ റിജക്റ്റായി പോവുമായിരുന്നു. എന്നിട്ട് എനിക്ക് ഡോക്യുമെൻ്റ് അയച്ചു തന്നു കഴിഞ്ഞപ്പം ആ ഡോക്യുമെൻ്റ് ഈ ഡോക്യുമെൻറ്റും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച ഡോക്യുമെൻ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്, ഒരേ സെയിം ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ച അതേ ഡോക്യുമെൻ്റ്, അതേ ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് കോൾ വന്നേക്കുന്നത്. എനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കാനായിട്ട് എംപ്ലോയർ തീരുമാനിച്ചേക്കുന്നത്. ഇതിൽ പരം അനുഗ്രഹം എനിക്ക് വേറെ കിട്ടാനില്ല. ഞാനത് എനിക്ക് ആരുടെ അടുത്തൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ, ഞാൻ എല്ലാവരുടെ അടുത്തും ഞാനത് പറഞ്ഞു. ഇതുപോലെ മാതാവ് അനുഗ്രഹം തരുന്നുണ്ട്, ഇത്രയും അനുഗ്രഹം എനിക്ക് കിട്ടിയ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്, നമുക്ക് വിചാരിക്കാത്ത സമയത്ത് മാതാവ് അനുഗ്രഹം തരുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. ഫസ്റ്റ് വിസ റിജക്റ്റായി. അത് കഴിഞ്ഞ് രണ്ടാമതും ഞാൻ കൊടുത്തു. ഞാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല, രണ്ടാമതും കൊടുത്തു കഴിഞ്ഞ് നവംബറിലാണ് ഞാൻ കൊടുക്കുന്നത്. നവംബറിൽ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സാധാരണ 15 ദിവസം അല്ലെങ്കിൽ 22 ദിവസത്തിനുള്ളിൽ വിസ കിട്ടേണ്ടതാണ്. പക്ഷേ എനിക്ക് എൻ്റെ വിസ 3 മാസമായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അന്വേഷിച്ചപ്പോൾ വിസ ഹോൾഡിൽ വെച്ചേക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴും എനിക്ക് മനസ്സിനകത്തൊരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു, മാതാവായിട്ടാണ് എനിക്ക് ഈ ജോലി തന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാച്ചാൽ മാതാവ് തീരുമാനിക്കുമ്പോൾ ഞാൻ പോകും. ആ ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേപോലെ അച്ഛൻ ഡോക്യുമെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൽ വിസയ്ക്ക് തടസ്സമായിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഫെബ്രുവരി മാസത്തിൽ തന്നെ. അപ്പം ഞാൻ എൻ്റെ വിസയുടെ കാര്യം ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാതാവേ, എനിക്ക് എൻ്റെ പാസ്പോർട്ടും എൻ്റെ സർട്ടിഫിക്കറ്റും എനിക്ക് തിരിച്ച് കിട്ടിയാൽ മതി, അത് മാത്രമേ ഞാൻ മാതാവിനോട് ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. വിസ കിട്ടുമെന്നോ അങ്ങനെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു.
എനിക്ക് അടുത്ത ദിവസം തന്നെ എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് അവിടുന്ന് ബാംഗ്ലൂർ കോൺസുലേറ്റിൽ നിന്ന് ജമ്മു കോൺസുലേറ്റിൽ നിന്ന് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഇവിടെ ചാലക്കുടിയിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കോൾ വന്നു. ഞാനും ഹസ്ബൻഡും പോയി ചാലക്കുടിയിൽ പോയി നോക്കിയപ്പം എനിക്ക് എൻ്റെ കയ്യിൽ വിസ ഇരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിസ കിട്ടിയെന്ന് പോലും നമുക്ക് സാധാരണ വിസ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ഭയങ്കര തുള്ളിച്ചാട്ടവും മനസ്സിലാകാതെ. പക്ഷെ എനിക്കൊന്നുമില്ല, ആകെ മൊത്തത്തിലൊരു മരവിപ്പ് പോലെയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്നിട്ട് എനിക്ക് ശരിക്കും പറയാൻ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ പോലെയായി. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. എല്ലാവരുടെ അടുത്തും ഞാൻ ഈ കാര്യങ്ങൾ, എനിക്കുണ്ടായ അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നവരുടെതൊക്കെ ഞാൻ പറഞ്ഞു നടക്കുന്നുണ്ട്. കൃപാസനത്തിൻ്റെ കാര്യവും മാതാവിൻ്റെ കാര്യവും എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു നടക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് വരും. അപ്പം അങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ അങ്ങനെ ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുകയും, പിന്നെ പത്രം കൊടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ ഞാൻ ഈ 10-15 പ്രാവശ്യം എക്സാം എഴുതിയില്ല. ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പം 5-6 കെട്ടും പത്രം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. എന്നിട്ട് ട്രെയിനിൽ ഓരോ ബോഗിയിലും കയറി ഇറങ്ങി ആണ് ഞാൻ പത്രം കൊടുത്തിരുന്നത്. ഈ വിസയ്ക്ക് ഡേറ്റ് എടുക്കാനും ട്രിവാൻഡ്രം ഒക്കെ പോകുമ്പോഴും എല്ലാ സമയത്തും ഞാൻ ഈ പത്രം വിതരണമാണ് ട്രെയിനിലാണ് ഞാൻ ചെയ്യുന്നത്. ട്രെയിനിലും ബസ്സിലൊക്കെയാണ് ഞാൻ പത്രം വിതരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയും പറയാൻ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പറയാൻ സമയം കുറവുള്ളത് കാരണം കൊണ്ട് ഞാൻ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു. റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മൾ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ജുബി ജോയി എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. മകൾ കടന്നുപോയ വെല്ലുവിളികൾ, സഹനങ്ങൾ, തുടർച്ചയായ പരാജയങ്ങൾ, പ്രാർത്ഥനയുടെ ഒരു ശക്തി പോലും നഷ്ടപ്പെട്ട ദിവസങ്ങൾ, ഒന്നും മുൻപ് ചെയ്യുവാനാവാത്ത വിധം, ചെയ്യുവാനില്ലാത്ത വിധം ആകെ അസ്തമിച്ച് നിൽക്കുന്ന ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ. അവിടെ നിന്ന് അമ്മ മാതാവ് എങ്ങനെ അത്ഭുതകരമായി കഴിവിനപ്പുറം കൃപയാൽ മകളുടെ സ്വപ്നവും പരിശ്രമവുമായിരുന്ന ജർമ്മൻ ഭാഷയും ആ ജർമ്മനിയിലേക്കുള്ള യാത്രയും അനുഗ്രഹിച്ച് നൽകിയെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ മകൾക്ക് ലഭിച്ച ഓരോ അനുഭവങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ആ മകൾക്ക് സൂചിപ്പിച്ചത് ആ രൂപം ഇപ്പോഴും കൂടെയുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. അത് ഒരു മകൾക്ക് കൊടുക്കുന്ന ദൈവികമായ ഉറപ്പാണ്. ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല, കൂടെയുണ്ട്. നിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്നുവെങ്കിൽ നിനക്ക് മേലുള്ള വിജയവും അനുഗ്രഹവും അതെപ്പോഴും നിനക്ക് ഉറപ്പായി, അല്പം വൈകിയാൽ പോലും ഉറപ്പായി നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രത്യാശയോടുകൂടി ഉടമ്പടി ജീവിക്കണം. ഉടമ്പടി നമ്മളെ കബളിപ്പിക്കില്ല, നമ്മൾ ഉടമ്പടിയെ കബളിപ്പിക്കരുത്. മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷിയായി നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ യോഗ്യരാക്കിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് റിഞ്ചു. ഞാൻ അബുദാബിയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ അവിടെ ഒരു സ്റ്റാഫ് നേഴ്സായി ഒരു നിയോനറ്റൽ ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജസ്റ്റിൻ, സേഫ്റ്റി പ്രൊഫഷണലാണ്. എൻ്റെ മക്കൾ ഹെലന, റൂത്ത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈയിലാണ്. അബുദാബിയിലായിരുന്ന എനിക്ക് എൻ്റെ ഹൃദയത്തിലൊരു പ്രചോദനം വന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെ ആഴത്തിൽ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അന്നൊരു ദിവസം എനിക്കിങ്ങനെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കാൻ എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി വന്ന് ജൂലൈ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ തിരികെ പോയി. അപ്പോൾ ഒരു എൻഗ്ലസാറിന് നിന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെയാണ് ആ എക്സാം എഴുതാനായിട്ട് ഒരുങ്ങിയതും. ശരിയായ പ്രിപ്പറേഷനൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ എക്സാം എഴുതിയെങ്കിലും എനിക്കതിൽ പാസ്സാകുവാനായിട്ട് സാധിച്ചില്ല.
അപ്പോൾ എൻ്റെ പ്രതീക്ഷ മൊത്തം ഞാൻ ആ എക്സാം പാസ്സാകുന്നു, അതിലൂടെ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസത്തിലേക്ക് വരുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു. പക്ഷേ അത് അങ്ങനെ ഞാൻ വിചാരിച്ച പോലെയല്ല അന്ന് നടന്നത്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ വാക്കുകളിലൂടെ കാനാനായ സ്ത്രീയുടെ കാര്യം അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലും എനിക്കൊരു ബോധ്യം ലഭിച്ചു. എനിക്ക് ഈ എക്സാം പാസ്സായാൽ മാത്രമേ ഉള്ളൂ എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ഇഷ്ടവും, എനിക്ക് അങ്ങനെയാണോ എൻ്റെ എന്ന്. അങ്ങനെ ഞാൻ ആ ഒരു ബോധ്യത്തിലൂടെ ഞാൻ ഇന്നും ഈ 2023 തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോരുന്നു. അങ്ങനെ എനിക്ക് ഉടമ്പടിയിൽ മുന്നേറുവാനായിട്ടും ഉടമ്പടി വിശ്വാസങ്ങളെ എല്ലാം സ്വീകരിക്കുവാനായിട്ടും എനിക്ക് സാധിച്ചു. ഞാൻ അന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉടമ്പടിയിലായിരിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ പൂർണ്ണ മനസ്സോടുകൂടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ 2023 തൊട്ട് ഉടമ്പടിയിലായി പോകുന്നുണ്ടെന്നു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും എനിക്ക് വചനങ്ങൾ പറയുവാനായിട്ടും ഉടമ്പടിയെ കൈമാറുവാനായിട്ടും എല്ലാം സാധിച്ചത് എൻ്റെ ജോലി മേഖലകളിലായിരുന്നു. ഞാൻ അവിടെ ഒത്തിരി കുറേ പേഷ്യൻസുകൾ വരുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഉടമ്പടി കൈമാറുവാനും ഉടമ്പടിയെപ്പറ്റി പറയുവാനും എല്ലാം എനിക്ക് സാധിച്ചു. അതിനെല്ലാം ശേഷം ഞാൻ 2024 നാട്ടിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിരുന്നു. ഞങ്ങൾ തിരികെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കാറ് മേടിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോയി നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ബഡ്ജറ്റിൽ പറ്റിയ ഒരു കാറായിട്ട് ഞങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അവിടെ പോയപ്പോൾ അവിടെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ നിരാശയോടെയാണ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നത്. എങ്കിലും തിരികെ വന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഷോറൂമിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ആ കാറ് തന്നെ ഞങ്ങൾക്ക് അപ്പോൾ പറഞ്ഞതിലും കുറേ രൂപയുടെ വ്യത്യാസത്തിൽ കുറവിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് ആ കാറ് ലഭിക്കുവാനായിട്ട് ഇടയായി. ഞങ്ങൾ ഒരു വൈറ്റ് കാർ എടുക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചു പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് സിൽവർ കളറിലുള്ള ഒരു കാറാണ്. അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു. പിന്നെ മറ്റൊരു അനുഗ്രഹം ലഭിച്ചത് എൻ്റെ ഹസ്ബൻഡിന് സേഫ്റ്റി പ്രൊഫഷൻ്റെ ഭാഗമായ ഒരു ASP എന്ന എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കഴിഞ്ഞ ജൂലൈ തൊട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ പങ്കുചേരുകയും എല്ലാം ചെയ്തു. അപ്പോൾ വിശ്വാസത്തോടെ ആ എക്സാം എഴുതാൻ പോയി ആ എക്സാം പാസ്സാകുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ 2024 ശേഷം പിന്നീട് ഇപ്പോൾ നാട്ടിൽ വരുന്നത് ഈ 2026 മാർച്ച് 14 ഞാനപ്പം കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് ലീവിനുള്ള റിക്വസ്റ്റ് വിടണമായിരുന്നു. അപ്പം ഞാൻ 3 ആഴ്ചത്തെ റിക്വസ്റ്റാണ് മാർച്ചിലേക്ക് ചോദിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ലീവിൻ്റെ അപ്രൂവൽ വന്നപ്പോഴത്തേക്കിനും ഒരാഴ്ചത്തെ ലീവേ ലഭിച്ചുള്ളൂ. അപ്പം ഒരാഴ്ചത്തെ ലീവ് കൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും നാട്ടിൽ വന്നു പോകുന്ന ഒന്നും സാധ്യമല്ലായിരുന്നു. അങ്ങനെ ഞാനത് ഉടമ്പടി നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവമേ, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് അത് ലീവ് തരുവാനായിട്ട് ഇടയാക്കണമേ എന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരാഴ്ച ലീവ് എന്നുള്ള ഇടത്ത് എനിക്ക് 4 ആഴ്ച ലീവായിട്ട് സാധിച്ചു. അത് സാധ്യമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നേരം ചോദിച്ചിരുന്ന വേറെ റിക്വസ്റ്റുകൾ വേറെ സ്റ്റാഫ് ചോദിച്ചിരുന്നു, അവരത് ക്യാൻസലായി. അങ്ങനെ എനിക്ക് സ്ലോട്ട് ലഭിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടലായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാനപ്പം ഉറപ്പിച്ചു, ഇത് എന്നേക്കാൾ ഉപരിയായിട്ട് മാതാവും ഈശോയും ആഗ്രഹിക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് ലീവ് ലഭിച്ചത് എന്ന്. അങ്ങനെ അതിനുശേഷം പിള്ളേർക്കിപ്പോൾ സ്പ്രിംഗ് ബ്രേക്കാണ്. അപ്പോൾ ആ ഒരു വെക്കേഷൻ സമയത്താണ് ഞങ്ങൾ ഇവിടെ വരാനായിട്ടും ഉടമ്പടി എടുക്കുവാനായിട്ടും എല്ലാം ആഗ്രഹിച്ചത്. അപ്പം പിള്ളേരുടെ കാര്യം ശരിയായി, ഹസ്ബൻഡിൻ്റെ ലീവ് റെഡിയായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഫെബ്രുവരി 24 ടിക്കറ്റ് എടുത്തു മാർച്ച് 13 പോരുവാനായിട്ട്. ഫെബ്രുവരി 28 അബുദാബിയിൽ യുദ്ധം തുടങ്ങി.
അപ്പം ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല പിന്നെ കാര്യങ്ങൾ. പിന്നെ എല്ലാം തന്നെ തകിടം മറിയുന്നതായിരുന്നു. ഫ്ലൈറ്റുകൾ ക്യാൻസലായി തുടങ്ങി. സ്കൂളിൽ നിന്നുള്ള സ്കൂൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം ഡേറ്റുകൾ മാറി. സ്കൂളിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു, സ്കൂൾ നേരത്തെ ക്ലോസ് ചെയ്ത് നേരത്തെ ഓപ്പൺ ആക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും അല്ലായിരുന്നു അത്. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ഒരു കൺഫ്യൂഷനായ. അപ്പം പക്ഷേ ഞങ്ങൾ വിശ്വാസം കൈവിട്ടില്ല. ഞങ്ങൾ പ്രത്യാശയോടുകൂടെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. ദൈവമേ, നീ ആഗ്രഹിച്ച കാര്യമാണ്, നീയാണ് ഞങ്ങളോട് നാട്ടിൽ പോകുവാനായിട്ട് ഞങ്ങളെ ഒരുക്കിയത്. അപ്പോൾ നീ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ ലീവിൻ്റെ കാര്യങ്ങൾ യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളോടും എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, യുദ്ധം തുടങ്ങുമെന്ന് നമുക്കെല്ലായിരുന്നു അറിയത്തില്ലായിരുന്നത്. പക്ഷേ ദൈവത്തിനും ഈശോയ്ക്കും മാതാവിനും എല്ലാം ഇത് അറിയാമായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയേണ്ടതല്ല, നമുക്ക് തടസ്സം വരേണ്ടതല്ലെന്ന്. പക്ഷേ ഇതിനെല്ലാം കണ്ടുകൊണ്ട് നമ്മളെ ഇതിനൊരുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും ഒരുക്കി തരുമെന്ന് ഞാൻ എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ കൂടെ ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 13 ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. മാർച്ച് 11 ഞങ്ങൾക്ക് മെസ്സേജ് വരുവാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന്. അന്ന് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം എൻ്റെ കുടുംബം എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. സാരമില്ല, നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴും വിഷമമൊന്നും എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് ഒരു തരി പോലും വിഷമം അപ്പോഴും വന്നില്ല. എല്ലാവരും വിചാരിച്ചു ഞാൻ കരയുമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കിപ്പോഴും പ്രത്യാശയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചതും ഞാൻ പ്രാർത്ഥിച്ചതും എൻ്റെ മാതാവിനോട് എൻ്റെ ഈശോയോടും ആണെങ്കിൽ അത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്, എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാൻ വേറൊന്നുമില്ല. കാരണം എൻ്റെ വിശ്വാസം അല്ലാതെ, എൻ്റെ പ്രത്യാശയല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. കാരണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഹെബ്രായർ 10:23 ദൈവം തൻ്റെ ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കുമെന്ന്. ഞാനപ്പോൾ ആ ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്ഥിരതയോടെ നിന്ന്, ദൈവമേ, നീ ഇടപെടുമെന്നും മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു. ഞങ്ങൾ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ടിക്കറ്റ് എടുക്കുവാനായിട്ട് ആദ്യം ഒരുങ്ങിയത് ഞങ്ങൾ തന്നെ ടിക്കറ്റ് എടുക്കാമെന്ന് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അത് വേണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. മറ്റൊരു വ്യക്തിയെ കൊണ്ടാണ് ടിക്കറ്റ് എടുപ്പിച്ചത്. അപ്പം ആൾ ഞങ്ങളോട് പറഞ്ഞു, 11-ാം തീയതി വിളിച്ച് പറയുന്നു നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് പറയുന്നു. അപ്പോൾ ആ വ്യക്തി ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം മുന്നേ ഒരുക്കിയ ഒരു ദൂതനായിരുന്നു ഷമീർ എന്ന് പറയുന്ന ആ വ്യക്തി. ആ ഷമീർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് എത്തിഹാദ് ഫ്ലൈറ്റിൻ്റെ ഓഫീസിൽ പോവുകയും ഞങ്ങൾക്ക് വേണ്ടി 13-ാം തീയതിയിലെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായെങ്കിലും 14-ാം തീയതി രാവിലത്തേക്കിനുള്ള ഫ്ലൈറ്റിലേക്ക് ഷമീറിൻ്റെ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് അത് ലഭിച്ചു. ഷമീറിനെ ദൈവം ഒരുക്കിയതാണെന്ന്, അത് മാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ ഇടപെടലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 14-ാം തീയതി സുരക്ഷിതരായിട്ട് വന്നു. ഞങ്ങളുടെ യുദ്ധകാലത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്ന പോലെ യുദ്ധമുണ്ട്. എപ്പോഴും ഞങ്ങളുടെ ആ ഒരു ഏരിയയിലൊക്കെ എപ്പോഴും ഭയങ്കര സ്ഫോടന ശബ്ദങ്ങളും ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് എപ്പോഴും അലേർട്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ സേഫായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ പൊട്ടലും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്കിനും താങ്ക് യു മെസ്സേജ് വരുമ്പോഴാണ് എല്ലാവരും പിന്നെ ഒന്ന് ആശ്വാസത്തിലിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ യാത്രയിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ഒരു തടസ്സങ്ങളോ പിന്നീട് ഫ്ലൈറ്റ് വരുന്ന വഴികളിലോ ഒന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങളെ മാതാവിൻ്റെ സംരക്ഷണത്തിലും ഈശോയുടെ കരുതലിലും ഞങ്ങളിവിടെ എത്തിച്ചു എന്നാണ്. ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങളെ കഴിയാവുന്ന വിധം മറ്റുള്ളവരെ പണമായിട്ടോ മറ്റു രീതിയിലോ ഒക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ എൻ്റെ ഒരു എഫോർട്ട് വരുന്നില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പേരൻസിൻ്റെ വഴി ഞാൻ അറിഞ്ഞത്, അബുദാബിയിൽ റോഡ് തൂക്കുന്നവർ ഒത്തിരി പേരുണ്ട്, ജോലി ചെയ്യുന്നവർ. അപ്പോൾ ഞാൻ അവർക്ക് 6 പേർക്കുള്ള പൊതികളാക്കി ഫുഡും വെള്ളവും എല്ലാമായി
അവരെ കണ്ടു നടന്ന് എല്ലാ ആഴ്ചയിലും അവർക്ക് ഭക്ഷണപ്പൊതികൾ കൈമാറാറുണ്ട്. അവരോട് ഒരു വാക്ക് സംസാരിക്കാറുണ്ട്. ആദ്യമെല്ലാം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഈ ചെയ്യുന്നത് അവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടോ, ഞാൻ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് അവരോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുള്ളത്. അങ്ങനെ 2 വർഷമായിട്ട് എന്നെക്കൊണ്ട് ദൈവം അത് ഒരുക്കി തരുന്നുണ്ട്. എന്നാൽ കഴിയുന്ന വിധം, ഞങ്ങളെ കഴിയുന്ന വിധം ഞാൻ ആ ഒരു പ്രവൃത്തി എല്ലാ ആഴ്ചയിലും ചെയ്തു പോകുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാനിവിടുന്ന് 2023-ലും 2024-ലും ഉടമ്പടി എടുത്ത് പോയപ്പോൾ പത്രങ്ങൾ വാങ്ങിയായിരുന്നു. അതിൽ ഞാൻ അബുദാബിയിലേക്ക് പോകുമ്പോൾ കൊടുക്കുവാനായിട്ട് ഇംഗ്ലീഷ് പത്രമാണ് മേടിച്ചിരുന്നത്. 2023-ലെ പത്രങ്ങളെല്ലാം തന്നെ എനിക്ക് കൊടുത്തു തീർക്കുവാനായിട്ട് സാധിച്ചു. ഞാനത് ഞങ്ങളുടെ പേഷ്യൻസായിട്ട് വരുന്ന കുട്ടികളുടെ പേരൻസിന്, അത് അന്യനാട്ടുകാരും ഉണ്ട്, അവർക്കും എല്ലാം, പിന്നെ ഞങ്ങളുടെ കൂടെ ഫിലിപ്പീൻസായിട്ടും ഒക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവരൊക്കെ എല്ലാം നടന്നു കൊടുത്തു. 2024-ൽ ഞാൻ കൊടുത്ത പത്രം എനിക്ക് കൊടുത്തു തീർക്കുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ അത് ഓർത്ത് എപ്പോഴും വിഷമിച്ചിരുന്നു, ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ടാണ് പത്രം കൊടുത്തു തീർക്കാൻ പറ്റാഞ്ഞ എന്നുള്ളത്. കാരണം ഞങ്ങളുടെ അവിടുത്തെ ഇടവകയിൽ പത്രം കൊടുക്കാൻ പറ്റില്ലെന്ന് അവിടുത്തെ വികാരി അച്ഛൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിനെ വകവെക്കാതെ അങ്ങനെ കൊടുക്കാനായിട്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു, ദൈവമേ എനിക്കിത് കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. 2026-ൽ എനിക്ക് ഞങ്ങളുടെ ഒരു പേഷ്യൻ്റ് വന്നു. അതൊരു തമിഴ് ഫാമിലി ആയിരുന്നു. ആ കുഞ്ഞിന് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു അവരെ പരിചയപ്പെട്ടു. അതെൻ്റെ പേഷ്യൻ്റ് അല്ലായിരുന്നു, പക്ഷേ എങ്കിലും എനിക്ക് അവരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. 3-ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കിനും അവരെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രം എൻ്റെ പോക്കറ്റിൽ കരുതി വെച്ചിരിക്കുമായിരുന്നു. 3-ാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കിനും ആ പേഷ്യൻറ്റിനെ അലോട്ട് ചെയ്തിരിക്കുന്ന എനിക്കാണ്. അപ്പോൾ ഞാനപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചു. ഞാനപ്പോൾ പറഞ്ഞു, ഞാനൊരു മിഷൻ മദർ മേരി ഓഫ് മിഷനാണ് വർക്കറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പത്രം അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സിസ്റ്ററിനെ കണ്ടപ്പോഴത്തേക്കിനും ആദ്യത്തെ ദിവസം ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു, സിസ്റ്റർ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കത്, എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു വലിയൊരു സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. ഞാൻ 2024-ൽ എനിക്ക് ലഭിച്ച പത്രം പഴയതാണല്ലോ എന്ന് കരുതി. പക്ഷേ അവരുടെ മുന്നിൽ ആ പത്രം കൊടുക്കുവാനായിട്ട് മാതാവ് വഴി എനിക്കത് സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് ഞങ്ങൾ എന്നും കൂടും, അതിൽ ഷെയർ ചെയ്തും സ്റ്റാറ്റസായിട്ട് ഇട്ടും എല്ലാം ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയിലെ ഉടമ്പടി ധ്യാനം കൂടി ഞാൻ എൻ്റെ ഡയറിയിൽ അതിൽ അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം എഴുതി വെച്ച് പിന്നീട് നോക്കാറുമുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ ചില ടോക്കുകൾ എല്ലാവരും അത് മൊത്തവും കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൻ്റെ ചെറിയ ഭാഗമൊക്കെ ആക്കിയിട്ട് അത് ഞാനിങ്ങനെ സ്റ്റാറ്റസ് ആക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടാറുണ്ട്. അപ്പം എന്നാൽ കഴിയുന്ന വിധമെല്ലാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ഉടമ്പടിയെ മറ്റുള്ളവർക്ക് കൈമാറുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഞങ്ങൾ അബുദാബിയിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ, ഞാൻ നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഞായറാഴ്ചയും ഓഫ് കിട്ടാറായിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് എല്ലാ ഞായറാഴ്ചകളിലും മക്കളും പള്ളിയിൽ പോകാറുണ്ട്. എനിക്ക് 2 ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ പള്ളിയിൽ പോകാനായിട്ടുള്ള അവസരം ഞായറാഴ്ചകൾ കിട്ടാറുള്ളൂ. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്. ആഴ്ചയിലുള്ള ഉപവാസം എടുക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല. ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിലും എനിക്ക് 6:30 ആകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴും അതിനു മുൻപായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി വഴി എനിക്ക് ഒത്തിരി ഉയരാനായിട്ട് സാധിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിലാണെങ്കിലും എനിക്ക് കൊന്ത ചൊല്ലുവാനോ അങ്ങനെയുള്ള ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. അങ്ങനെയൊരു വ്യക്തിയെ എൻ്റെ അമ്മ മാതാവ് എന്നെ തിരഞ്ഞെടുത്ത് ഉടമ്പടി ജീവിതം വഴി അമ്മ വഴി ഈശോയോട് അടുക്കുവാനായിട്ട് എന്നെ യോഗ്യയാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും
അതുപോലെ തന്നെ വചനങ്ങൾ വായിക്കുവാനായിട്ടും വചനങ്ങൾ കൈമാറുവാനായിട്ടും അതെല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെ കഴിയുന്ന വിധം മറ്റുള്ളവർക്ക് ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുവാനായിട്ടും അക്രൈസ്തവരായവർക്ക് ബൈബിളില്ലാത്തവർക്ക് ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുവാനും എല്ലാം എന്നെ സഹായിച്ചു. പിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ രാവിലത്തെ പ്രാർത്ഥന ചൊല്ലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മെഴുകുതിരിയിൽ ഒരു റോസാപ്പൂവിൻ്റെ പോലെ ഒരു വന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു യൂട്രസിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ രൂപം പോലത്തെയുള്ള ഒരു രൂപമാണ് അതിനകത്ത് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യമൊന്നും എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. അപ്പം ഞാനങ്ങനെ വിചാരിച്ചു ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു പേരൻസിനായിട്ട് അവരോട് ഞാൻ ഉടമ്പടിയെ പറ്റി അവരോട് പറയുകയും അവരിപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ആ ഒരു കുഞ്ഞിനെ അവരുമായിട്ട് ഞാൻ നിരന്തരം സംസാരിക്കുകയും ഉടമ്പടിയെ പറ്റിയും പ്രത്യക്ഷണ പ്രാർത്ഥനയും അവർക്കാണ് ഞാൻ ഒരു ബൈബിൾ കൊടുത്തതും അതെല്ലാം പറയുന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരു അനുഭവം ലഭിച്ചപ്പോൾ ഞാൻ ആ പിക്ചർ എടുത്ത് ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അവൾ പറയുന്നത് പുണ്യ എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. അപ്പം പുണ്യ പറയുന്നത് ചേച്ചി ഞാൻ അതിൽ നോക്കുമ്പോഴത്തേക്കിനും ആ പൂവിൻ്റെ നടുക്ക് കാണുന്നത് എൻ്റെ കുഞ്ഞിനെയാണെന്നാണ് അവൾ പറയുന്നത്. അപ്പം എനിക്കെപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത് എന്താണ് മാതാവ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ ആ ഒരു കുടുംബം ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാമാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും വിശ്വാസങ്ങളും. ഇവിടെ കൃപാസനത്തിൻ്റെ വചനമായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വചനത്തിലാണ് എൻ്റെ ഹസ്ബൻഡിന് ASP എക്സാമിൽ വിജയം ലഭിച്ചത്. ആ ഒരു ബോധ്യം എൻ്റെ ഹസ്ബൻഡിനും ലഭിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു എക്സാം കൂടിയുണ്ട്. അതിൻ്റെ സാക്ഷ്യമായി ഇനിയും എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇനിയും ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാളായി ഇനിയും ഞങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ സാധിക്കുമെന്നും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുവാനും ദൈവം ഞങ്ങളെ അതിനനുവദിക്കുമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും പ്രത്യാശകൊണ്ടും ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തിരുക്കുമാരനും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആമീൻ. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. സങ്കീർത്തനം 40:10 ഉടമ്പടിയിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെയും രക്ഷകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും മറച്ചു വയ്ക്കാതെ തുറന്നു പറയുകയാണ് യഥാർത്ഥ സാക്ഷ്യം. ദൈവത്തിൻ്റെ നീതിയും കരുണയും സ്നേഹവും വാത്സല്യവും നമ്മുടെ ഉള്ളിൽ മാത്രം അടച്ചു വയ്ക്കാനുള്ളതല്ല, അത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ലോകത്തോട് തുറന്നു പറയുമ്പോഴാണ് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ദൈവാനുഭവം ലഭിച്ചാൽ അത് പ്രഖ്യാപിക്കുന്ന ഒരു ദൗത്യമാണ് ഉടമ്പടിയിൽ നമുക്കുള്ളത്. പരിശുദ്ധ അമ്മയും ലൂക്കായുടെ സുവിശേഷം 1:46 എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അമ്മ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയാണ് ഈശോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി തരുന്നത്. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മ നമ്മെ ഈ ഓരോരുത്തരെയും ഈശോയുടെ അടുക്കിലേക്ക് കൈപിടിച്ച് നയിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ഓരോ ഉടമ്പടി മക്കൾ അനുഭവിക്കുന്നത്. ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് കഷ്ടകാലത്ത് പോലും ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് പ്രതിസന്ധി ആയാലും ബുദ്ധിമുട്ടുകളായാലും പ്രശ്നങ്ങളായാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഈശോയും അമ്മയും നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ള ഒരു വലിയ ഒരു സാക്ഷ്യമാണ് റിഞ്ചു ടെസി സാജൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്.
അവിടെയും ഒരു ദൗതൻ എന്ന പോലെ എപ്പോഴും ഇവരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെങ്കിൽ വീണ്ടും ഒരു ഉൾപ്രേരണയാൽ ഷമീർ എന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൊടുക്കുകയും ആ വ്യക്തി തന്നെ ഇവരുടെക്കുള്ള ടിക്കറ്റിൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കാനായിട്ട് ഷമീർ തന്നെ പോവുകയാണ്. അതും മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മക്കൾക്ക് ടിക്കറ്റ് ശരിയാവുകയായിരുന്നു. അതായത് 13-ാം തീയതി ഉണ്ടായിരുന്ന ടിക്കറ്റ് 14-ാം തീയതി ടിക്കറ്റ് റെഡിയാവുകയും പോകുന്ന വഴിക്ക് എല്ലാ പ്രശ്നങ്ങളും നോട്ടിഫിക്കേഷനൊക്കെ ഒബ്സർവ് ചെയ്ത് വേണം വരാനായിട്ട്. പക്ഷെങ്കിൽ മാതാവിൻ്റെ ഈശോയുടെ ഒരു വലിയ സംരക്ഷണമാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാത്തിനും ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലും അമ്മയുടെ സംരക്ഷണമുണ്ട്. അതും അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഫ്ലൈറ്റിനേക്കാളും നല്ലൊരു ഫ്ലൈറ്റ്, മനോഹരമായൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് യുദ്ധകാലത്ത് സ്വന്തം നാട്ടിലെത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിലെത്താൻ സാധിച്ചത്. ആ മകൾ പറഞ്ഞത്, യുദ്ധത്തെപ്പറ്റി ദൈവത്തിന് അറിയാമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതുകൊണ്ട് ഈശോയും അമ്മയും തക്ക സമയത്തെല്ലാം ചെയ്തു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. എല്ലാം ഈശോയും അമ്മയും ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ കാര്യങ്ങൾ. ഈ മകൾ ഒരു നഴ്സിംഗ് പ്രൊഫഷണലാണ് ജോലി ചെയ്യുന്നത്, NICUവിലാണ് ജോലി ചെയ്യുന്നത്. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മനസ്സിലാക്കുകയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകളുടെ ശ്രമം പത്രം കൊടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഈശോയും അമ്മയുടെ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോയും അമ്മയും കൂടുതൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആ തീഷ്ണത, ആ ജോലി. അതായത് മകൾ പറഞ്ഞത്, ഞാൻ മാതാവിൻ്റെ ഒരു മിഷണറി ആണെന്നാണ്. അതായത് അത്രയും മാത്രം തീഷ്ണതയോടുകൂടിയാണ് ഈ മകൾ ഈശോയും അമ്മയും കൈമാറ്റം ചെയ്യുന്നത്. ആ സ്നേഹവും ആ വിശ്വാസവും ആ ദൈവാനുഭവങ്ങളും മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും കുറവുണ്ടാവുകയില്ല, ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ് സങ്കീർത്തകൻ 34-ാം സങ്കീർത്തനത്തിൽ 10-ാം വചനം പറയുന്നത്. ഇവിടെ ജീവിതത്തിലും നിങ്ങൾ എന്ത് ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാകുമെന്നാണ് പത്രോസിൻ്റെ 1 പത്രോസിൽ 5-7 വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഈശോയും അമ്മയും നമ്മുടെ കാര്യത്തിലെല്ലാം ശ്രദ്ധാലുവാണ്. നമുക്ക് ഒന്നിനും കുറവ് ഉണ്ടാകുകയില്ല. എല്ലാം സംരക്ഷണവും ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയും കരങ്ങളാണ് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ശക്തനും ധീരനുമായിരിക്കാനും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വചനം പറയുന്നത്. ഉടമ്പടി മക്കളായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട, ധീരനായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവായ ദൈവമാണ് നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. റിഞ്ചു ടെസ്സിക്ക് കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നു നിന്നുകൊണ്ട് അമ്മയുടെ പ്രതിഷേധന സാക്ഷിയായിട്ട് നിൽക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുക്കിയ അമ്മ മാതാവിനും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ, ഞാൻ ചെങ്ങന്നൂന്ന് വരുന്നു. ഇതെൻ്റെ കുടുംബം, എൻ്റെ ഹസ്ബൻഡ് ബിബിൻ, ഞങ്ങളുടെ മക്കൾ ജോവാഷ് ആൻഡ് ജോഹാൻ. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ഫോർ ഗുഡായിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ആ സാക്ഷ്യങ്ങൾ ഈ ലോകത്തോട് മുഴുവൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 2025 ജൂലൈ 21-ാം തീയതിയാണ് ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി ചർച്ചിൽ ഈ ആലയത്തിൽ വന്ന് എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവിലൂടെ എൻ്റെ കർത്താവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നേടിത്തന്നു. എല്ലാവരെയും പോലെ ഞാനും ഒരു മൈഗ്രേഷന് വേണ്ടി ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. 2-3 ഇൻ്റർവ്യൂസൊക്കെ ഞാൻ ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്തു, അറ്റൻഡ് ചെയ്തു, പക്ഷേ ഫെയിലായി. പക്ഷേ ജൂലൈ 21-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആ 3-ാമത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. വിതിൻ 6 months, അതായത് ഡിസംബറിൽ എനിക്ക് എൻ്റെ വിസ കയ്യിൽ കിട്ടി, അതും എൻ്റെ കുടുംബത്തോടൊപ്പം.
ഞാൻ യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗം കൂടുമായിരുന്നു. ഓൺലൈനായിട്ടാണ് കൂടുന്നത്. അത് പ്രാർത്ഥിച്ച് വെഡ്നെസ്ഡേയിലും സാറ്റർഡേയിലുമുള്ള ഫാസ്റ്റിംഗ് പ്രെയറും അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു വലിയൊരു സാക്ഷ്യമാക്കി നിൽക്കാനായിട്ട് സാധിച്ചത്. അതിന് ഞാൻ കർത്താവിനോട് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, പക്ഷേ ഞാൻ യൂട്യൂബിലൂടെ വീഡിയോസ് കാണുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 17/2/2026, കാരണം എൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈറ്റിൻ്റെ ഫോർമാലിറ്റീസ് നടക്കുന്ന സമയമായിരുന്നു. കാരണം 18-ാം തീയതി ഈദ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ ബൈബിളിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ രേഖകൾ, എൻ്റെ കോൺട്രാക്റ്റും എല്ലാം അച്ഛൻ പറയാറുണ്ട്, നിങ്ങളുടെ രേഖകളെല്ലാം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ 5:30 AM പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയണം, അതുപോലെ ഞാൻ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 17/2/2026 എൻ്റെ എല്ലാ ഫോർമാലിറ്റീസും പേപ്പർ വർക്കും കംപ്ലീറ്റായി എൻ്റെ വിസ ക്യാൻസലേഷന് ഞാൻ കൊടുത്തു. ദൈവമാതാവിനും കർത്താവായ യേശു ക്രിസ്തുവിനും കോടാനുകൂടി നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, വാറിൻ്റെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞങ്ങൾ അനുഭവിച്ചും കണ്ടും വന്നവരാണ്. എൻ്റെ വിസ ക്യാൻസൽ ചെയ്തുകൊണ്ട് എനിക്ക് കുവൈറ്റിൽ നിന്ന് ട്രാൻസിറ്റ് വിസ സൗദി കിട്ടില്ല. കാരണം ഒരു 5 months വാലിഡിറ്റി എങ്കിലും കുവൈറ്റ് റെസിഡൻസ് വേണം. ഒരുപാട് ടെൻഷൻ അടിച്ചു. എയർ സ്പേസ് ഇല്ല, എങ്ങനെ വരും? ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല, എങ്ങനെ നാട്ടിലെത്തും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട്? പ്രാർത്ഥിച്ചു, ഉടമ്പടി പ്രാർത്ഥനയിൽ വെച്ച് പ്രാർത്ഥിച്ചു, വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, ഇന്ത്യൻ എംബസിക്ക് ലെറ്റർ എഴുതി. ദൈവം അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, 4ാമനായിട്ട് തീച്ചൂളയിലിൻ്റെ നടുവിലിറങ്ങി വന്ന കർത്താവ്, ആ കർത്താവ് ഇന്ത്യൻ എംബസിയിൽ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ആ പുള്ളി അവിടെ ഒന്ന് പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു എന്നെ, സിസ്റ്ററിൻ്റെ പേര് കണ്ടപ്പോൾ എനിക്കറിയില്ല, എനിക്ക് പേര് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ 4 പേരുടെയും പേര് ആ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് സൗദി ബോർഡർ വഴി ട്രാൻസിറ്റ് വിസ കിട്ടി. ഞങ്ങൾ 27/3/2026 കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഒരു ഹെക്റ്റിക് ജേർണി ആയിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ആ വിശ്വാസ പ്രമാണം പ്രൊക്ലെയിം ചെയ്ത്, അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് എ പ്രയർ, ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ. അത് പ്രാർത്ഥിച്ച് സ്വർഗസ്ഥനായ പിതാവേയും ചൊല്ലി ഞാനും എൻ്റെ കുടുംബവും ഇന്ന് സേഫായിട്ട് ഈ സ്ഥാനത്ത് വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ മാതാവ് സാഹചര്യം ഒരുക്കി. അതിനായിട്ട് നന്ദി പറയുന്നു. ഇത്രയും വഴി നടത്തിയ എൻ്റെ അമ്മ മാതാവിനും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും അമ്മയുടെയും യേശുപ്പച്ചൻ്റെയും പ്രതിഷ്ഠീകരണത്തിന് സാക്ഷിയായിട്ട് നിൽപ്പാൻ എന്നെ, എൻ്റെ കുടുംബത്തെയും തമ്പുരാനും അമ്മ മാതാവും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ കുവൈറ്റിലായിരുന്നു. അവിടെ എനിക്ക് മലയാളം പത്രം ഞാൻ ആദ്യം കൊണ്ട് കൊടുക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലായി, ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനും കൃപാസന അമ്മയെന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഞാൻ അത് ഇംഗ്ലീഷ് പത്രം വരുത്താൻ തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ വരുന്നത് ഞാൻ അറിഞ്ഞു. ആ ചേച്ചിനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം കൊണ്ടുവന്നു. നമുക്ക് എല്ലാവരോടും പറഞ്ഞു കൊണ്ടുവരാൻ പറ്റത്തില്ല കാര്യം. അങ്ങനെ ഇംഗ്ലീഷ് പത്രവും അത് റോസറിയും കൂടെ കൊണ്ടുവന്ന് ഞാൻ ഫിലിപ്പിനോ കമ്മ്യൂണിറ്റീസ് ചർച്ചിലും ഗോവൻ കമ്മ്യൂണിറ്റീസിലും അവിടെയും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം ഞാൻ ഒരു വാക്കിൽ, കാരണം അവിടെ പബ്ലിക്കായിട്ട് നിന്ന് പറയാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എങ്കിലും അതൊക്കെയും ചെയ്യുവാനായിട്ട് എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ ഇടയാക്കി. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി സപ്പോർട്ടീവാണ് എന്നെ. കാരണം അവിടെ എവിടെ ആവശ്യമുണ്ടോ അവിടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ ജെന്യൂനായിട്ട് തോന്നിടത്ത് ആ അക്കൗണ്ട് നമ്പറിൽ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കും. അതുകൂടാതെ ഗാന്ധി ഭവനും സ്നേഹധാര ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും ആ ഓൾഡ് ഏജ് ഹോമിലും ഞങ്ങൾ ഓഫർട്രി ആയിട്ട് ഞങ്ങൾ ഫുഡിനും ഒരു നേരത്തെ ആഹാരത്തിനുമായിട്ടൊക്കെ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുകൂടാതെ ബർത്ത്ഡേസ്, വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഒരു വരുമാനമെടുത്ത് അതും ഞങ്ങൾ ഓഫർട്രി ആയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പറയാനുള്ളത്, ദൈവവചനം വായിക്കുന്നത്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, മുടങ്ങാതെ നടത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം ഡ്യൂട്ടിയും പല കാര്യങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും അടുത്ത ദിവസം അത് ഞങ്ങൾ മസ്റ്റായിട്ട്, അതിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് വേണം പറയാൻ. ഞാനിലൂടെ എൻ്റെ കുടുംബവും ആ കുടുംബ പ്രാർത്ഥനയിൽ ഇപ്പോഴും നാട്ടിൽ വന്നിട്ടാണെങ്കിലും അത് ചെയ്യുവാനായിട്ട് ഞങ്ങളെ
ദൈവം തമ്പുരാൻ ഇടയാക്കുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ള, നമ്മുടെ ഒത്തിരിയും ആൾക്കാർ പ്രവാസ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. കാരണം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തികളിലും നമ്മുടെ രാജ്യങ്ങളിലും എല്ലാം തരുവാനായിട്ട് നമ്മൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവിനോട് അപേക്ഷിച്ച് അതിനൊരു നീക്കുപോക്ക് വരുത്തുവാൻ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുക. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശുവപ്പയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ. ആവേ മരിയ. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 5-ാം തിരുവചനം. എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ? അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. നിഷയുടെ കുടുംബത്തോടൊപ്പം വന്ന്, ജീവിത പങ്കാളിയോടും കുഞ്ഞുങ്ങളോടൊപ്പം വന്ന് വലിയൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മക്കളിവിടെ ഏറ്റുപറയുന്നത്. അവരുടെ അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധ അമ്മ എങ്ങനെയാണ് വളരെ ശക്തമായി ഇടപെട്ടതും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊടുത്തതും എന്നതിനെക്കുറിച്ച് നിഷ ഇവിടെ വിവരിക്കുകയായിരുന്നു. ഓസ്ട്രേലിയൻ RN ലഭിക്കാൻ വേണ്ടി ഈ മകൾ 2 തവണ പരിശ്രമിച്ച് ഫെയിലായപ്പോൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് അതിലൂടെ മകൾക്ക് പെട്ടെന്നുണ്ടായ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ആ ജീവിതഭാരം, അവരുടെ ആ ക്ലേശത്തെ ഹനിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. നാം എത്ര തന്നെ സങ്കടത്തിലായിരുന്നാലും, നമുക്ക് എത്ര തന്നെ യോഗ്യതകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, നമുക്ക് കൃപ ലഭിച്ചില്ലെങ്കിൽ നമുക്കൊന്നും സാധ്യമായിരിക്കുകയില്ല എന്നാണ് നിഷയ്ക്ക് ഇവിടെ ഏറ്റുപറയാനുള്ളത്. അതുപോലെ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ ഒരു വലിയ അനുഭവം അവർക്കുണ്ടായി. ഇനി എന്ത് എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം പലപ്പോഴും ചിന്തിക്കുന്നത്. ഇനി എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? എൻ്റെ സമയം നീണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ സുവിശേഷത്തിൽ വ്യാഖ്യാനിച്ചതുപോലെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വ്യാഖ്യാനിച്ചതുപോലെ, വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ എന്നുള്ള ആശങ്കയിലാണ് നാം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ കുടുംബത്തിനെ ആ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വളരെയധികം വ്യക്തമാക്കിയതായി അവർ ഏറ്റുപറയുകയാണ്. കുവൈറ്റിൽ നിന്ന് ഇവിടെ വരുവാനായി യാതൊരു സാധ്യതകളും കാണുന്നില്ല. ഇവിടെയാണ് പരിശുദ്ധ അമ്മ അവർക്ക് എംബസിയിൽ തന്നെ നേരിട്ട് ഇടപെട്ട് അവർക്ക് വേണ്ടി ഒരു ദൂതൻ അവിടെ ഉണ്ടായിരുന്നു. സഹോദരി പറഞ്ഞതുപോലെ തീച്ചൂളയിൽ നാലാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ദൈവദൂതൻ, പരിശുദ്ധ അമ്മ തന്നെ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ്. നമുക്കറിയാവുന്നതുപോലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ പറയുന്ന 2-ാം തിരുവചനം, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയ ഒരു അത്ഭുതം. നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഉടമ്പടിയാണ് നമ്മുടെ ഉറപ്പ്. ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് ഈ കുടുംബം ഉടമ്പടി വളരെ കൃത്യമായി പാലിക്കുന്നു എന്നവർക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നത് അവർ ജീവിക്കുന്നതുകൊണ്ടാണ്. ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ആർക്കും തന്നെ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നത് പോലെ നിത്യരക്ഷയും അനുദിന ജീവിതവും ഉടമ്പടി വഴി ഉറപ്പാകും. അവരിങ്ങനെ കൃത്യമായി ഉടമ്പടി ജീവിച്ചു പോകുമ്പോൾ, കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ അപ്പക്കുട്ടയും കലവുമെല്ലാം എപ്പോഴും നിറഞ്ഞിരിക്കും. നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇവർ പ്രാർത്ഥിക്കുന്നത് പോലെ ലോകം മുഴുവനും വേണ്ടി അവർ ഇന്ന് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഇവരുടെ പ്രാർത്ഥനയോടെ നമ്മുടെ സ്വന്തപ്പെട്ടവരെല്ലാം അകന്നിരിക്കുന്നവർക്കെല്ലാം വേണ്ടി, ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, നാട്ടിലേക്ക് വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി, ജോലി സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്